കാലത്തെ എണീറ്റപാടെ ചേച്ചിയെന്നും കൂടിയിട്ട് റോട്ടിൽ കൂടെ ആരൊക്കെ പോകുന്നുണ്ട്, എത്ര വണ്ടി പോകുന്നുണ്ട് എന്നുള്ള എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി മെനക്കെട്ട് നിൽക്കുകയാണ്. കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ രണ്ടിനും പിടിച്ച് ഞാൻ അകത്തിട്ടപ്പോൾ ചച്ചുട്ടൻ നേരെ പോയി വീണ് എടുക്കുന്നതാണ് ഈ കാണുന്നത്. കൊണ്ട് എന്നെ നോക്കി ചിരിക്കുക കള്ളച്ചക്കൻ. എല്ലാ പണിയും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലും കുളിക്കലും ഉച്ചയ്ക്ക് തൂണും കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കണ സമയത്ത് ചച്ചുട്ടൻ എന്തോ കൊണ്ട് പേടിച്ച പോലെ വന്ന് വിളിക്കുന്നുണ്ടാ. പോയി നോക്കിയപ്പോൾ മനസ്സിലായത് അവിടെ ബ്ലൂടൂത്ത് ഊത്തി വെച്ചിട്ടുണ്ട്. അതാണ് അവൻ്റെ കളിയായുധം. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ള തല്ലൂട്ടായിരുന്നു. പക്ഷെ ഞാൻ കൊടുത്തില്ല. പിന്നെ കുറച്ച് ദിവസമായി എൻ്റെ മോള് പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കണേ. അപ്പോൾ എന്തായാലും ഇന്നൊരു തട്ടിക്കൂട്ട് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് നിന്നു. ഉച്ചയ്ക്ക് തൂണൊക്കെ കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ചേച്ചി അനിയനും കൂടി കളിക്കുന്നുണ്ട്, തല്ലുകൂടുന്നുണ്ട്, അച്ഛനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പായസത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നപ്പോൾ എൻ്റെ പിന്നാലെ വന്നിട്ട് ഇവിടെ ഒരുത്തം കാണിക്കണേണ്ട. ഞാൻ പാത്രങ്ങൾ ഒതുക്കി വെച്ചൊക്കെ എടുത്ത് വെച്ചിട്ട് അവൻ ആ ടീപ്പോയിട്ട് അടിക്ക് തള്ളി കയറ്റിയിട്ട് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് അടിച്ച് ഡാൻസ് കളിക്കുക. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ഇളക്കണേന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുമ്മ കയറി നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ട്രൈ ചെയ്തു. പറ്റാണ്ടായപ്പോൾ കിടന്ന് ഉരുണ്ടു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. പായസം ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്കൊരു കിണ്ണത്തിലൊഴിച്ച് വേഗം ചൂടാറ്റി കൊടുത്തു കേട്ടോ. ആൾക്കൊരു ഇഷ്ടത്തിന് ആൾ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു സൈക്കിള് ഇതാകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഉറപ്പായിട്ടും തല്ലുകൂടല്ലോ. അതിവിടെ എന്നും ഉണ്ട്. ഇതൊന്നും കിട്ടണ്ടായപ്പോൾ എൻ്റെ മോൻ്റെ ഡോറയുടെ അടുത്ത് പോയിരുന്നു കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വെള്ളം ചോദിച്ച് വന്നു. കാരണം എപ്പോൾ വെള്ളം ജഗ് കഴുത്തിൽ കെട്ടിയിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. എപ്പോഴും വെള്ളം വേണം, ചൂടല്ലേ, കുട്ടീനെയും പറഞ്ഞിട്ട് കാര്യമില്ല.